പ്രായമാകുമ്പോൾ ഒരു കിളേജ് കണ്ട വികാരം തോന്നി കുട്ടികൾ കണ്ട വികാരം തോന്നി അത് കണ്ട് ആസ്വദിക്കാനുള്ള പ്രായം വരുമ്പോൾ നീ അതിന് പ്രതികരിക്കാൻ ഇറങ്ങും. ഇപ്പൊ പഠിക്കില്ലേ, ഇപ്പൊ നിന്റെ സ്കൂളായാലും കോളേജിൽ പോകുന്ന പ്രായം എന്തായിട്ടില്ല, കൂടി പ്ലസ് 1 പ്ലസ് 2 നിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ഏത് രീതിയിലായിരിക്കും നീ കാണുന്നത്? സ്വന്തം തന്തയും തള്ളയും ഒരു മുറിക്കാത്ത അടച്ചിട്ട് എന്റെ പൊന്നുമണി ഇന്ന് പഠിച്ചില്ലേ കുഴപ്പമില്ല, വരുമാനമാണ് നമുക്ക് മുഖ്യം എന്നും പറഞ്ഞ് കൊടുത്തിട്ട് കണ്ട അവരാതെ വീഡിയോകൾ ഫുള്ള് പെണ്ണുങ്ങളുടെ വില്ലേജ് ആയാലും പൊക്കളായാലും വടയായാലും കണ്ട് സൂം ചെയ്ത് ആസ്വദിക്കുക. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഒരു കാര്യം പറയാണ്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മാറ്റി പിടിച്ചു. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ചൂട്. ഇവിടുത്തെ ചൂട് എന്ന് വെച്ചാൽ അൺസഹിക്കബിൾ ആണ്. സോ ഫാനിൽ നിന്ന് കാറ്റ് കിട്ടുന്ന ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊക്കെ മെസ്സിയാണെന്ന് എനിക്കറിയാം. ഞാൻ പ്രോപ്പർലി അറേഞ്ച് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു ടോപ്പിക് എനിക്ക് ഇപ്പം തന്നെ ചെയ്ത് വേഗണം. കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഇന്നേ വരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും പല സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ചിലർ കൊഴിപ്പിച്ച് പറയും, ചിലർ ഡീസൻ്റായി പറയും, ചിലർ തെറ്റായിട്ട് പറയും. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ളൊരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിന് ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ ആ സ്റ്റൈല് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോക്കാർക്കും എഗെയിൻസ്റ്റ് ഞാൻ സംസാരിക്കലില്ല. കാരണം എനിക്കും എൻ്റെതായ ഒരു സ്റ്റൈലോ കാര്യങ്ങളോ ഉണ്ട്. പക്ഷേ എന്തും കയറി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും നിങ്ങൾ എടുത്ത് നോക്കിയോ. ഞാൻ ആകെ ഒരു വീഡിയോയിൽ മാത്രമാണ് ഞാൻ കുറച്ചെങ്കിലും ഓവറായി റിയാക്ട് ചെയ്തത്. അത് കൊച്ചിയിലൊരു പ്രൈവറ്റ് ഫേമിൽ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വളരെ മോശമായിട്ട് അവരോട് പെരുമാറിയ ഒരു വീഡിയോ. അതല്ലാണ്ട് എല്ലാ വീഡിയോയിലും വിത്ത് റെസ്പെക്റ്റ് ഞാൻ എൻ്റെ അഭിപ്രായം സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആൻഡ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യമായി കാണണം. അല്ലാണ്ട് എന്തും ഏതും എവിടെയും കയറി പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല എന്നുള്ളതും കൂടെ മനസ്സിലാകണം. അപ്പം വിഷയം എന്താണെന്നുള്ളത് തുടക്ക വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സജീന വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ഞാൻ സൈഡിലായി യൂട്യൂബ് ചാനൽ കൊടുക്കാം. ഏകദേശം 8.1K സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണ്. ഇവർ ബേസിക്കലി രേണു സുധി സപ്പോർട്ടറാണ്. എന്ന് വെച്ചാൽ രേണു സുധീനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ. എനിക്ക് സീരിയസ്ലി ഈ പെർട്ടിക്കുലർ ലേഡീനെ അറിയില്ലായിരുന്നു. ഞാൻ ആളെ അറിയുന്നത്, ആളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് ഞാൻ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ആളും അതുൽ വ്ളോഗ്സുമായിട്ടുള്ളൊരു വോയിസ് റെക്കോർഡാണ്. ആ ഒരു ഭാഗം എടുത്ത് സംസാരിച്ചു എന്നല്ലാണ്ട് ഞാൻ ആളിങ്ങനെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കോണ്ടന്റോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയം വന്ന സമയത്താണ് ഞാൻ ആ ഒരു ചാനൽ കയറി നോക്കുന്നതും. ഓഫ് കോഴ്സ് അതിന് ഒരു കുറ്റവും ഞാൻ പറയുന്നില്ല. ആളുടെ പേഴ്സണൽ ഇഷ്ടമാണ് ആൾ ആരെ സപ്പോർട്ട് ചെയ്യണം, എങ്ങനെ നിൽക്കണം, ഏത് സംസാരിക്കണം എന്ന്. അപ്പോൾ രേണുവിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, രേണുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കുറേ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുക, രേണുവിൻ്റെ ഒരു ഫാൻ ബേസസ് അല്ലെങ്കിൽ രേണുവിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ലേഡിയാണ്. അപ്പം ഇവർ രേണുവിനെ പറ്റി പോസിറ്റീവായിട്ട് വീഡിയോകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ആരാണോ രേണുവിന് എഗെയിൻസ്റ്റ് പറയുന്നത് അത് എടുത്തുകൊണ്ട് വന്ന് അവരെ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു കോമൺ സ്വഭാവം. അപ്പം അതും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ രേണുവിൻ്റെ കോണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായം പറയുക എന്നേ ഉള്ളൂ. ഇന്നാളിങ്ങനെ പറഞ്ഞില്ലേ, അയാൾ എങ്ങനെ പറഞ്ഞില്ലേ, അയാൾ എന്തിനാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്തേ, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഞാൻ രേണു സുധീൻ്റെ സോഷ്യൽ മീഡിയയിൽ രേണു ഇട്ട കോണ്ടന്റ് എടുക്കുക, അഭിപ്രായം പറയാം, അത്രയേ ഉള്ളൂ. അതിൻ്റെ താഴെ രേണുവിനെ സപ്പോർട്ട് ചെയ്തും കമൻസ് വരുന്നുണ്ട്, രേണുവിന് അഗെയിൻസ്റ്റും കമൻറ്റ് വരുന്നുണ്ട്. 2 കമൻറ്റും എൻ്റെ സോഷ്യൽ മീഡിയയിൽ അതുപോലെ ഉണ്ട്. ഒരു കമൻറ്റും ഞാൻ അവിടെ നിന്ന് എടുത്ത് കളയാനോ ഡിലീറ്റ് ചെയ്യാനോ നിന്നിട്ടില്ല. അസഭ്യ വാക്കുകൾ പറഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് അത് ഡിലീറ്റ് ചെയ്യും എന്നല്ലാണ്ട് ബാക്കി എല്ലാ കമൻസുകളും ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, ബാക്കി ലോകത്തുള്ള എല്ലാവരും രേണു സുധീനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ് ചെയ്യുക. ആൻഡ് അതും ഓക്കെ, അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ അതിനെയും പ്രത്യേകിച്ചൊന്നും പറയാൻ പോകുന്നില്ല. എന്നാൽ ഇന്നൊരു 4-5 മണിക്കൂർ മുമ്പ് ചേച്ചിയുടെ ചാനലിൽ ഒരു വീഡിയോ അങ്ങ് അപ്ലോഡായി. ചേച്ചി വേഗം ആ വീഡിയോയിൽ പല ഭാഗങ്ങളും ട്രിം ചെയ്ത് കളഞ്ഞെങ്കിലും നമുക്ക് ആ കണ്ടന്റുകളൊക്കെ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരാൾക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്യുമ്പം അയാൾ ഓഫ് കോഴ്സ് ആ കണ്ടന്റ് കാര്യങ്ങൾ എടുത്തു വെക്കും.
ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടിയാണത്. 18 വയസ്സ് തികയാത്തൊരു ചെക്കനെ കുറിച്ചിട്ടാണ് സജീന എന്ന് പറയുന്ന നിങ്ങൾ ഇത്രയും അലിഗേഷൻസ് പറഞ്ഞത്. അവൻ ഒരു കേസ് കൊടുത്താൽ വിത്ത് ദിസ് വീഡിയോ ആൻഡ് പ്രൂഫ് യു ആർ ഗോണ ഫയർ. സീരിയസ്ലി പറയാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കമൻ്റ് അടിക്കാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ചാനൽ ഏതാണെന്ന് വെച്ചാൽ നെറ്റ്സോവിയൻ എന്നാണ് ചാനലിൻ്റെ പേര്. ടെക് ആർക്ക് എന്നാണ് കേട്ടോ. 16.7 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 334 വീഡിയോസ് ഉണ്ട്. വീഡിയോസ് എല്ലാം റിയാക്ഷൻ വീഡിയോ ആണ്. ഞാൻ ആദ്യം തന്നെ ഈ കുട്ടിയുടെ തംബ്നെയിൽസ് നോക്കി. ഞാൻ നോക്കുന്ന സമയത്ത് ഈ കുട്ടി അധികം തംബ്നെയിൽസ് ഒന്നും ഇട്ടിട്ടില്ല. ആൻഡ് ഇനി തംബ്നെയിൽ ഇട്ടിട്ട് റിമൂവ് ചെയ്തതാണോ അറിയില്ല, കാരണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ആൻഡ് ഈ കുട്ടി ഇടുന്ന ടൈറ്റിലുകൾ ഒക്കെ എന്ന് വെച്ചാൽ രേണു കാരണം പ്രതീഷിൻ്റെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി, എല്ലാത്തിനും കാരണം രേണു, എല്ലാത്തിനും കാരണം രേണു എന്ന് രേണു ദാസേട്ടനെ രേണു നിർബന്ധിച്ച് അങ്ങനെ വെയിൽ കൊണ്ടുപോയപ്പോൾ മേക്കപ്പ് മാറിപ്പോയോ, ലോറി കയറി ഇറങ്ങിയ മോന്ത ലേഡിന്റെ പ്രതീഷിൻ്റെ നോട്ടമിട്ട് രേണു സ്തുതിച്ചു. ഇങ്ങനെ അപ്പം ഞാൻ ഈ സാധനം വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ തംബ്നെയിൽസ് ആണോ ഇടുന്നത്, എന്തൊക്കെ ക്ലിക്ക് ബൈറ്റുള്ള കാര്യങ്ങളാണോ ഇടുന്നത്, ആ സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ കുട്ടി ഇടുന്നത്. ആൻഡ് ഈ കുട്ടീൻ്റെ വീഡിയോ നോക്കിയ സമയത്ത് ഭയങ്കരം അബ്യൂസീവായിട്ടുള്ള വൾഗറായിട്ടുള്ള ഒരു വ്യക്തിയും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, എന്നാൽ കേൾക്കുമ്പോൾ തന്നെ അറക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് ആ കുട്ടിയുടെ 2-3 വീഡിയോസ് കണ്ടു. എനിക്കതിൽ ഇത്രമാത്രം വൾഗറായിട്ടുള്ള ഒന്നും തോന്നിയിട്ടില്ല. ഈവൻ രേണു സുധീനെ തന്നെ രേണു ചേച്ചി എന്നാണ് ഈ കുട്ടി വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം വളരെ വൾഗറായിട്ട് ഒന്നും ഈ കുട്ടി ഇതിൽ പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പൊതുവെ എല്ലാവരും എങ്ങനെയാണോ ചെയ്യുക അതാണ് ചെയ്തത്. അപ്പോൾ ആള് രേണു സുധിക്ക് അഗെയിൻസ്റ്റ് ചെയ്ത ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരു കമൻറ്റ് വരികയാണ്. ഈ കുട്ടീനെ കണ്ടാൽ തന്നെ അറിയാം, ഒരു ചെറിയ കുട്ടിയാണ്, എനിക്കറിയില്ല, പക്ഷേ ഞാൻ കേട്ടതും അറിഞ്ഞതും വെച്ച് ഒരു 18 വയസ്സിന് താഴെയുള്ളൊരു മോനാണ്. അപ്പം ആളുടെ കൂടെ ചെന്ന് പറയാണ്, നീ ഒന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യാണ്ട് പോയി പഠിക്കുന്നു. എടോ, വ്യക്തികൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, എല്ലാവരും ഫുള്ള് പഠിച്ച് നടക്കുന്ന ആൾക്കാരല്ല. ആൻഡ് എല്ലാവരും യൂട്യൂബ് എന്ന് പറഞ്ഞ് ചത്ത് കിടക്കുന്ന ആൾക്കാരും അല്ല. ഇപ്പം എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റാണ്, ഒന്ന് പോയി പണിക്ക് ഓടിയെന്ന്. ഞാൻ 4 കൊല്ലമായി വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ യൂട്യൂബിൽ വന്നിട്ട് 6-7 മാസമായിട്ടേ ഉള്ളൂ. അതിന് മുമ്പേ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കുട്ടി പഠിക്കേണ്ട സമയം പഠിക്കുന്നുണ്ടാവും, പഠിക്കേണ്ട നേരം പഠിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിലുള്ള അതിൻ്റെ ഫ്രീ ടൈമിൽ അത് യൂട്യൂബിൽ ഒരു ഏർണിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഹീസ് എ ഗ്രേറ്റ് മോൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ചെറിയ പ്രായത്തിനിടയിൽ അവൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവൻ അതിൽ നിന്നൊരു ഏർണിംഗ് അവൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് അവന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, തംബ്നെയിലും എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. അവൻ്റെ കുടുംബത്തിന് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനം തന്നെയാണ്. അതിൻ്റെ കൂടെ അവൻ പഠിക്കുന്നുണ്ടാവും, അവൻ എക്സാം എഴുതുന്നുണ്ടാവും. അതില്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർക്ക് അവനോട് പറയാനറിയാം. ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠിക്കുകയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഏത് വീട്ടുകാരും പറയും. പക്ഷെ ഇവൻ അത്യാവശ്യം പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർ ഇവനെ ഈ യൂട്യൂബ് കാര്യങ്ങൾക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ അവനോട് പോയി പഠിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ഡെഫിനറ്റ്ലി അവൻ എന്ത് ചെയ്തു, ഈ ഒരു ടോപ്പിക് എടുത്തു റിയാക്ട് ചെയ്തു. അങ്ങനെ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സജീന ചേച്ചി ഈ മോൻ അഗെയിൻസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്നിരുന്ന് കേക്ക്. എന്നിട്ട് നിങ്ങൾ പറ, ഒരു 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടീൻ്റെ അടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത് എന്ന്, ആൻഡ് അവനോട് പറയേണ്ട രീതിയും സ്റ്റൈലും ആണോ എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. ആ രേണു സുധിയുടെ ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടിട്ട് നീ അതിനൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാണ്, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നിന്റെ കൂടെ കൂടാവരെ ഈ വീഡിയോസ് ഒക്കെ ചേച്ചി ഓൾറെഡി ട്രിം ചെയ്ത് കളഞ്ഞു. പക്ഷെ ഈ കുട്ടിയുടെ കയ്യിൽ ഈ സാധനം ഓൾറെഡി ഉണ്ട്. അത് ഫസ്റ്റ് തിങ്. ഇവൻ ഇനി അങ്ങോട്ട് എല്ലാവരും ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കുകയും ചെയ്യും. രേണു സുധി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ചു, രേണു സുധി ചേച്ചിയുടെ അടുത്ത് വട ഇഷ്ടമാണോ എന്ന്. അപ്പോഴേക്ക് ചേച്ചി തന്നെ ചേച്ചീൻ്റെ വയറിങ്ങ് കാണിച്ച്, അയ്യോ എൻ്റെ വട കണ്ടോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതെല്ലാവരും എടുത്ത് സംസാരിച്ചതാണ് അവരതായ രീതിയിൽ.
അപ്പോൾ ഈ കുട്ടി അതെടുത്ത് സംസാരിച്ച സമയത്താണ് ഈ ചേച്ചി ഇവിടെ വന്ന് നിന്ന് ഈ ഒരു കാര്യം പറയുന്നത്. അതിൽ ഓഫ് കോഴ്സ് ചേച്ചി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സാധനത്തിലുപരി രണ്ടാമത് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നീ നിന്റെ അമ്മയുടെ വട ഒരു കോണ്ടന്റ് ആക്കി വിൽക്കും എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ കുട്ടീൻ്റെ അടുത്ത് പറയാവുന്ന ഒരു കാര്യമാണോ? ആൻഡ് സെക്കൻഡ് തിങ്, നമ്മൾ ആ കുട്ടീനെ ക്രിട്ടിസൈസ് ചെയ്തോളൂ. സജീന വ്ളോഗ്സിൻ്റെ അടുത്ത് ഒരിക്കലും ഞാൻ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല. നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യണം എന്നാണ് തോന്നുന്നെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു ക്രിട്ടിസൈസ്. ഐ അക്സെപ്റ്റ്, യു ഹാവ് ദ റൈറ്റ് ടു ക്രിട്ടിസൈസ്. ബട്ട് അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കാരണം 18 വയസ്സ് തികയാത്ത ചെക്കൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ തമ്മിലിട്ടിട്ട് ഈ വൃത്തികെട്ട വീഡിയോ ചെയ്തത്. ഈ വൃത്തികെട്ട വീഡിയോ എന്ന് തന്നെ പറയുന്നു. ആ ചെക്കനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്, നീ നിൻ്റെ അമ്മേൻ്റെ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ വിൽക്കുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഇപ്പം ഇരുന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളടുത്താണ് ഈ സാധനം പറയുന്നതെങ്കിലോ? കഴിഞ്ഞിട്ടില്ല, ബാക്കി കേൾക്ക്. നീ ആരാടാ? നീ ആരാന്നാ നിന്റെ വിചാരം? എന്റെ പൊന്നു മോനെ, നീ സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ ഇവരെ സ്കൂളിൽ വിടുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം സ്കൂളിൽ പോകുന്നവരാണെന്നാണെങ്കിൽ ടീച്ചർമാർ കാണാൻ സാധ്യതയുണ്ട്, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ കാണാൻ സാധ്യതയുണ്ട്, അവരുടെ അമ്മമാർ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവന്റെ അടുത്തൊക്കെ അടുപ്പിക്കുമോ? ഇത്രയും ക്രിമിനൽ മൈൻഡ് ഈ ഒരു പ്രായത്തിൽ തന്നെ കണ്ട സെക്സ് വീഡിയോകൾ കണ്ട് അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്ന ഇവന്റെ കൂടെ ഒക്കെ സഹകരിക്കുന്ന പിള്ളേരുടെ ഭാവി തന്നെ എന്താവും? സജീന ചേച്ചി ചിലപ്പം അച്ഛനെയും അമ്മേനെയും തള്ള തന്ത എന്നാണ് വിളിക്കുക. പക്ഷെ ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മേനെയും കയറി തള്ള തന്ത എന്ന് വിളിക്കുന്നത് എന്ത് സ്റ്റാൻഡേർഡാണ് എന്ന് സജീന ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൻഡ് സെക്കൻഡ് തിങ്, ഈ കുട്ടി എന്ത് സെക്സ് വീഡിയോ ആണ് കണ്ടിട്ടേ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് സജീന ചേച്ചി ഓപ്പണായി പറയുന്നത് രേണു സുധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് സെക്സ് വീഡിയോ ഇടും എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, എനിക്കറിയില്ല. സജീന ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കാരണം അതാണ് പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് തിങ്, സജീന ചേച്ചി ഇവിടെ ഉദ്ദേശിച്ച ഒരു കാര്യം, ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡിസ്കംഫോർട്ട് ഉണ്ടെങ്കിൽ അവർ നോക്കിയോളൂ. അവനിപ്പോൾ ഇത്രയും ക്ലാസ് വരാൻ പഠിച്ചിറങ്ങിയത് അവൻ്റെ കൂടെ പിള്ളേരൊക്കെ ഉണ്ടായിട്ട് തന്നെയാണല്ലോ, അല്ലാണ്ട് ഒറ്റയ്ക്ക് പഠിച്ചിറങ്ങി വന്നതല്ലേ. അപ്പോൾ ആ പിള്ളേർക്കോ ആ ടീച്ചേഴ്സിനോ ഇല്ലാത്ത പ്രശ്നം പ്രത്യേകിച്ച് ആർക്കും വേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാനവിടെ വർക്ക് ചെയ്യുന്നത് ഒരു കൗൺസിലറായിട്ടാണ്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ടൈമും പേഴ്സണൽ സ്പേസും ഉണ്ട്. ഞാൻ കൗൺസിലർ എൻ്റെ സ്ഥാപനത്തിലാണ്. എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് എന്തും യൂസ് ചെയ്യാനും ചെയ്യാനും കാര്യമുണ്ട്. ഞാനിവിടെ വന്ന എൻ്റെ സ്ഥാപനത്തിൻ്റെ വീഡിയോയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള ക്ലയൻസിൻ്റെ ഫോട്ടോയോ കാര്യങ്ങളോ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇറക്കുന്നില്ല. അത് ഇറക്കാത്തിടത്തോളം കാലം എൻ്റെ പേഴ്സണൽ സ്പേസിൽ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അതുപോലെ ഈ കുട്ടിക്ക് അതിൻ്റെ സ്കൂളിൽ ഒരു സാധനം ചെയ്യാണ്ട് പുറത്ത് എന്തും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പുറത്തോട്ട് ചാടി ചില സമയം ഇപ്പുറത്തോട്ട് ചാടി 2 വെള്ളത്തിൽ കാല് വെക്കുന്ന അതേ അവസ്ഥ തന്നെ ഇവരുടെ കാര്യം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തായാലും ഇതിനൊക്കെ എന്താ മറുപടി കൊടുക്കാനാ? എടാ, ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ ഇൻസ്പിറേഷൻ ആയില്ലേ നീ ഓരോ ചെയ്യുന്നത്? അവന്റെയൊക്കെ അവൾമാരുടെയൊക്കെ തലമണ്ടേ വന്നു കിടക്കുന്ന ശാപങ്ങൾ എത്ര ഉണ്ട് നിനക്കൊക്കെ അറിയാവൂടാ? എടാ, അതൊക്കെ മുറ്റിപ്പോയവന്മാരാ, മനസ്സിലായ? നീയൊക്കെ കിളുന്താ. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? പൊന്നു മോനെ, ഇപ്പോഴും ചേച്ചി പറയുവാണ്, ചേച്ചി എന്നൊന്നും വിളിക്കത്തില്ല, അമ്മയെന്നും വിളിക്കത്തില്ല, ആന്റി എന്നൊക്കെ വിളിക്കും. അവന് പുച്ഛ. ഇവര് പറയുവാണേ, പൊന്നു മോനെ പോയിരുന്ന് പഠിച്ച് 10 പൈസ ഉണ്ടാക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് നീ ഇതിലോട്ട് ഇറങ്ങും. അതായത് നിന്റെ ഒരു പ്രായം ആവുമ്പോൾ, ഒരു ക്രിവിലേജ് കണ്ട വികാരം തോന്നിയ കണ്ട വികാരം തോന്നിയും അത് കണ്ട് ആസ്വദിക്കാനുള്ള പ്രായം വരുമ്പോൾ നീ അതിന് പ്രതികരിക്കാൻ ഇറങ്ങും. ഇപ്പൊ പഠിക്കുമല്ലേ? ഇപ്പൊ നിന്റെ സ്കൂളിലായാലും ഒരു ചെറിയ കുട്ടീൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗാണോ ഈ കുട്ടി? ആ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവൻ വികാര നിർഭരമായി എന്തെങ്കിലും അവൻ അതിൽ പറഞ്ഞോ? അല്ലെ വികാര നിർഭരമായിട്ടുള്ള എന്തെങ്കിലും സാധനം അവൻ കാണിച്ചോ? അല്ലെ വികാര നിർഭരമായിട്ടുള്ള എന്തെങ്കിലും കമന്റ് അവൻ ഇട്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ DM അയച്ചോ? അല്ലെ രേണുവിന് പേഴ്സണൽ DM അയച്ചോ? ഒന്നും ആ കുട്ടി അവിടെ ചെയ്തിട്ടില്ല. ഇൻസ്റ്റന്റ് കുട്ടിക്ക് തോന്നിയൊരു അഭിപ്രായം കുട്ടി പറഞ്ഞതിനെ കുറിച്ചിട്ട് അവൻ ഇങ്ങനത്തെ ഒരു മോനാണ് എന്ന് എന്തിനാണ് ചിത്രീകരിക്കുന്നത്? നിങ്ങൾക്ക് അവനെ എന്തും പറയാം, ഞാൻ മോൻ എന്ന് തന്നെയേ വിളിക്കൂ. കാരണം എനിക്കും ഇതുപോലെ +1 +2 പഠിക്കുന്ന അനിയന്മാരുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത്, സംസാരിക്കാൻ തോന്നുന്നത്? നിങ്ങൾക്ക് അത്രത്തോളം എഗെയിൻസ്റ്റ് ആണ് നിങ്ങൾ അവന് മെസ്സേജ് അയക്കുക, അല്ല അവൻ്റെ അച്ഛനെയും അമ്മേനെയും വിളിക്കുക, അവരുടെ അടുത്ത് കാര്യം പറ. ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രായം തികയാത്ത ചെക്കൻ്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് ഇത്രയ്ക്ക് വൃത്തികെട്ട അലിഗേഷൻ പറയാൻ തോന്നിയുള്ള നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് എന്താ പറയുക? ഡെഫിനറ്റ്ലി ആ മോൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, മോനെ വിത്ത് ദിസ് വീഡിയോ കേസ് ഫയൽ ചെയ്യണം. നീ 18 വയസ്സിന് താഴെയുള്ള ആളാണ്. 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ ഒരു ക്രിമിനൽ സാധനങ്ങൾ പോലും കോടതി പോലും പുറത്തു വിടില്ല, കോടതി പോലും മൊത്തോട് കാണിക്കില്ല. അവരൊരു തെറ്റ് ചെയ്താൽ പോലും ഒരു ജുവനൈൽ ഹോം എന്നല്ലാണ്ട് ഇവിടെ പോലും ഇടൂല. അപ്പം അങ്ങനെ ഒരു മോൻ്റെ അടുത്ത് ഇമാതിരി രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്ലൈ കേസ്. ഇത് വിത്തിൻ സെക്കൻഡ് എടുക്കും. ഇനി അതൊന്നും വേണ്ട, ഈ ചൈൽഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞാൽ മതി, വിത്ത് പ്രൂഫ് ചൈൽഡ് ലൈനിൽ കൊടുത്താൽ മതി. കാരണം ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഞാൻ വീണ്ടും പറയുകയാണ്, രേണു സുധിക്ക് അഗെയിൻസ്റ്റ് ഈ കുട്ടി പറഞ്ഞത് ശരിയാണോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ആൻഡ് സജീന രേണു സുധീനെ സപ്പോർട്ട് ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. വിത്ത് റെസ്പെക്ട് മാഡം,
ചെറിയ പ്രായമുള്ള ഒരു കുട്ടീൻ്റെ അടുത്ത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. കോളേജിൽ പോകാനുള്ള പ്രായം എന്തായാലും ആയിട്ടില്ല, കൂടി പോയ +1 +2 നിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടികളെ നീ ഏത് രീതിയിലായിരിക്കും നീ കാണുന്നത്? സ്വന്തം തന്തയും തള്ളയും ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് എന്റെ പൊന്നുമോനെ ഇന്ന പൊക്കോ, പഠിച്ചില്ലേലും കുഴപ്പമില്ലടാ, വരുമാനമാണ് നമുക്ക് മുഖ്യം എന്നും പറഞ്ഞ് കൊടുത്തിട്ട് കണ്ട അവരാധ വീഡിയോകൾ ഫുള്ള് പെണ്ണുങ്ങളുടെ ക്ലിവിലേജ് ആയാലും പൊക്കിളായാലും വടയായാലും കണ്ട് സൂം ചെയ്ത് ആസ്വദിക്കുക, എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുക, 10 പൈസ ഉണ്ടാക്കുക, അത് മതി മോനെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തന്തയും തള്ളയും വേണം ആദ്യം പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സാധനം അവിടെ മാറിക്കട്ടെ, മാതാപിതാക്കളെ പറഞ്ഞ അവിടെ കിടക്കട്ടെ, അതിലോട്ട് ഞാൻ പോകുന്നില്ല. സൂം ചെയ്ത് നോക്കുക, വീണ്ടും ഇരുന്ന് കാണുക, എന്നിട്ട് സംസാരിക്കുക. നിങ്ങൾ അവരുടെ ഫോൺ എടുത്ത് നോക്കിയിരുന്നോ? ആൻഡ് ഇത് സൂം ചെയ്ത് നോക്കാൻ മാത്രം എന്താ ഉള്ളത്? ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിൽ കിട്ടാത്ത ഒന്നുമില്ല. അത് ഈവൻ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാലോ, എന്തും സോഷ്യൽ മീഡിയയിൽ കിട്ടും. കിട്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ എടുത്ത് സൂം ചെയ്ത് കണ്ട് അതിൽ രസം പിടിച്ച് അതിൽ വികാരം കൊണ്ടുകൊണ്ട് അല്ലേ നീ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നത് എന്ത് കൈൻഡ് ഓഫ് സംസാരമാണെന്നുള്ളത് ലിറ്ററലി സ്പീക്കിംഗ് ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. മേ ബി എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവായിട്ടാണ്. ഞാൻ ഏത് ലിപിയിൽ കൂടെ ഇതിന് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സമ്മതിച്ചു തന്നിരിക്കുന്നത് നിങ്ങളെ, സമ്മതിച്ച്. ഈ സ്മാർട്ട് നല്ലതാണ്, മക്കൾക്ക് സ്മാർട്ടിനെ വേണം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. ഇത് ഓവർ സ്മാർട്ട് മാത്രമല്ല, അതിലപ്പുറവും കടന്നു പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് മോനെ പറഞ്ഞ് മനസ്സിലാക്കുക. അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുക, തുണി വിരിഞ്ഞിട്ട് ആടുന്ന കാണുക, പിഴച്ചു പോകുക, എന്ത് ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അത് ആരെക്കുറിച്ച് പറയുന്നോ എന്ന് ആദ്യം ആലോചിച്ചിട്ട് പറയണം. അങ്ങനെ അല്ലെങ്കിൽ ചെറുതോ വലുതൊന്നും നോക്കത്തില്ല. ഇത്രയും നാൾ ഞാൻ എൻ്റെ മക്കളുടെ ഏജിൽ കണ്ട് എൻ്റെ മക്കളെ താരതമ്യം ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ പോലും ഇടാൻ മടിച്ചത്. അവൻ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നീ ആരാ മോനെ? നീ ആരാ? നിന്റെ വിചാരം എന്താണ്? നിനക്ക് സപ്പോർട്ടായിട്ട് കുറെ അപരാധ വ്ളോഗേഴ്സ് ഉള്ളതാണോ നിന്റെ ധൈര്യം? പിന്നെ സ്വന്തം അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയാൽ മതി, ഏത് രീതിയിലായാലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയാണ് നിന്റെയൊക്കെ ധൈര്യം. എടാ, 10 പേരുടെ ശാപം ഒരുമിച്ച് വരുമ്പോൾ ഒരെണ്ണമെങ്കിലും തലമണ്ടയിൽ പതിക്കും, മനസ്സിലായ? അപ്പൊ മോന്റെ ഏജിലുള്ള നിന്റെ പ്രായത്തിലുള്ള കാര്യങ്ങൾ എടുക്കുക, കണ്ടന്റ് ക്രിയേറ്റർ ആവുക, അതൊക്കെ നല്ല കാര്യമാണ്. സ്മാർട്ട് നല്ലതാണ്, ഓവർ സ്മാർട്ട് ആവാതിരിക്കുക. ഈ പ്രായത്തിൽ ചെയ്യാൻ ചേച്ചി വീഡിയോ ഇടുന്നതിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? ചേച്ചി ഇന്ന് രേണുസുതിനെ സപ്പോർട്ട് ചെയ്യേണ്ട, രേണുസുതിക്ക് അഗെയിൻസ്റ്റ് നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? കാരണം ചേച്ചീൻ്റെ ചാനലാണ്, ചേച്ചി ഏത് വീഡിയോ ചെയ്യണം എന്നുള്ളത് ചേച്ചീൻ്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആ കുട്ടീൻ്റെ ഇഷ്ടത്തിന് ആ കുട്ടി വീഡിയോ ചെയ്തോട്ടെ. ആ കുട്ടിയുമായി അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് അതിൽ പരാതി ഇല്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് എന്തിനാണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ കുട്ടീനെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. ഇത് ഈ കുട്ടീനെ ഇമോഷണലി ബാധിച്ചു. ഈ ഇമോഷണലി ബാധിച്ചതിനെ പുറത്ത് ഈ കുട്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞാൻ സീരിയസ്ലി ചോദിക്കുക. ദീപക് ചെയ്ത പോലെ അതുപോലെ ഈ കുഞ്ഞു കുട്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവനൊരു ലെറ്റർ എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി അവൻ കേസ് ഫയൽ ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കേസ് ഫയൽ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വന്നിട്ട് രേണുസുതിക്ക് അഗെയിൻസ്റ്റ് ഈ കുട്ടി വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചേ എന്ന് പറഞ്ഞാൽ ഓക്കെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കോടതി വിടുമോ? നെവർ ഡു, നെവർ. ഇപ്പം നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മേനെയും പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ പറഞ്ഞോട്ടെ എന്ന് ഞാൻ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷെ എന്നാൽ നിങ്ങൾ ആ കുട്ടിയുടെ ഏജ്, യു ആർ അഗെയിൻസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നുള്ളൊരു സാധനം നിങ്ങൾ ഓർത്തില്ല. നിങ്ങൾ ട്രിം ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. ഓൾ വീഡിയോസ് ആ കുട്ടിയുടെ കയ്യിലും ഉണ്ട്, ഈവൻ പല ആൾക്കാരുടെ കയ്യിലും ഉണ്ട്. ഇനി ഇന്നും നാളെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനം, 100% ഈ ഒരു സാധനം. പാടില്ലാത്ത ചെയ്യാതിരിക്കുക. അപ്പൊ കുറെ കുരുപൊട്ടി അമ്മമാരും അപ്പച്ചന്മാരും വന്ന് വയ്ക്കും. അപ്പൊ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്നത് ഞാനിപ്പോ ഒരു വീഡിയോ ഇട്ടില്ല, അതേപോലുള്ള വീഡിയോ ഒക്കെ എന്ത് പ്രതികരിക്കാത്തത്? ഇത്രത്തോളം വരില്ലല്ലോ അത്. പക്ഷെ എന്തുകൊണ്ട്? രേണു എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ റീച്ചാണ്. അത് തന്നെയാണ് കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി അറിഞ്ഞോ അറിയാതെ എന്തേലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവളുടെ പാവങ്ങൾ മൊത്തം ആ തെറ്റ് ചെയ്യുന്ന നിമിഷം തന്നെ ഇല്ലാതായി പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ആൾക്കാരാണ് അന്നപൂർണേശ്വരിയായിട്ട് രേണുസുതിയെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ വരെ 100% ശരിയാ. കാരണം ചേച്ചിയും രേണുസുതിന്റെ അന്നപൂർണേശ്വരി ആണല്ലോ. ഞാൻ അന്നപൂർണേശ്വരി അല്ല, ഞാൻ തുണിപൂർണേശ്വരി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടേക്കുള്ള അരിയും ചോറൊക്കെ എൻ്റെ അച്ഛനും ഏട്ടനും ഒക്കെ തന്നെയാണ് വാങ്ങുന്നത്. ഈ അന്നം വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെയും ഞാൻ വല്ല തുണിയൊക്കെയാണ് വാങ്ങൽ. അതുകൊണ്ട് തന്നെ തുണി പൂർണ്ണേശ്വരി എന്ന് പറയാം. എൻ്റെ വീഡിയോ കാണുന്ന ബാക്കി വ്ളോഗേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പൂർണ്ണേശ്വരിയാ എന്നുള്ളത് സംസാരിക്കണം. പിന്നെ ഈ ശാപം
കേഴ്സ് ഒന്നും പറയേണ്ട ചേച്ചി, നടക്കാനുള്ളത് നടക്കും. അതിന് രേണുവിനെ സപ്പോർട്ട് ചെയ്താലും രേണുവിനെ അഗെയിൻസ്റ്റ് ചെന്നാലും കിട്ടേണ്ടത് കിട്ടും. തെറ്റ് ചെയ്താൽ കിട്ടേണ്ട അടുക്ക് കിട്ടേണ്ട രീതിയിൽ തന്നെ കിട്ടിക്കോളും. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു സാധനമല്ല. നിങ്ങൾ ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്റ്റ് ഒരു ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. പ്രണാമം.